തിരുവനന്തപുരം കള്ളിക്കാട് മൈലക്കരയിൽ വിജയദശമി പദസഞ്ചലന പരിശീലനം നടത്തുന്നതിനിടയിൽ ഇരുചക്രവാഹനം ഇടിച്ചുകയറ്റി യുവാവ്. 10-ലേറെ പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ കാലിന് പൊട്ടലുണ്ട്. സംഭവത്തിൽ ഡ്രൈവറെ നെയ്യാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവമുണ്ടായത്. വി വിനീഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിനീഷ്, ഈ പദസഞ്ചലനത്തിന്റെ പരിശീലനത്തിലേക്ക് ആരാണ് ഈ ബൈക്ക് ഓടിച്ചു കയറ്റിയത്? ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ മദ്യലഹരിയിലുള്ള യുവാവാണ് ഈ പദസഞ്ചലനത്തിന്റെ ഇടയിലേക്ക്, ഈ പദസഞ്ചലനവുമായി ബന്ധപ്പെട്ട പരിശീലനമാണ്. ആ പരിശീലന കൗമുദി സഞ്ചലനത്തിനിടയിലേക്കാണ് നിലവിൽ ഈ യുവാവ് ബൈക്ക് ഇടിച്ച് കയറ്റിയത്. മദ്യലഹരിയിലായിരുന്നു യുവാവ് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. നിലവിൽ യുവാവിനെ പോലീസ് ഇന്നലെ വൈകുന്നേരം തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ കള്ളിക്കാട് മൈലക്കരയിലാണ് ഈ സംഭവം നടക്കുന്നത്. കള്ളിക്കാട് മണ്ഡലത്തിന്റെ ചുമതലയിലായിരുന്നു പരിപാടി നടന്നത്. ഈ കള്ളിക്കാട് മണ്ഡലത്തിലെ ഏകദേശം 50-ലധികം പ്രവർത്തകർ ഈ കൗമുദി സഞ്ചലനത്തിൽ പങ്കെടുത്തു. ഈ കൗമുദി സഞ്ചലനത്തിനിടയിലേക്കാണ് ബൈക്ക് ഇടിച്ചു കയറിയത്. നിയന്ത്രണം വിട്ടാണ് ബൈക്ക്, മദ്യലഹരിയിലായിരുന്ന യുവാവിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടാണ് ബൈക്ക് ഇടിച്ചു കയറിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ നിലവിൽ സംഘത്തിന്റെ അവിടെയുള്ള പ്രവർത്തകരും നേതാക്കളും, RSSന്റെ ചുമതലയുള്ള നേതാക്കളും പ്രവർത്തകരും പറയുന്നത് മനഃപൂർവ്വം നടത്തിയതാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധന വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബൈക്ക് ഇടിച്ചു കയറ്റിയതിലൂടെ 10-ലധികം പേർക്ക്, ഈ പദസഞ്ചലനത്തിന്റെ ഭാഗമായി നിന്ന 10-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റി. ഒരാളുടെ കാല് പൊട്ടിയ സാഹചര്യമുണ്ടായി. ഒപ്പം ഒരാൾക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ്. അയാൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ICUയിൽ തുടരുകയാണ്. മറ്റും 8-ലധികം പേർക്ക് മറ്റു ശരീരഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഈ ബൈക്ക് ഇടിച്ചു കയറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പരിക്കുകളാണ് പറ്റിയത് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം നടന്ന സമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അവിടെ ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും ഈ ഒരു യുവാവിന്റെ ലക്ഷ്യം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് പോലീസിനോട് അവിടെയുള്ള RSSന്റെ നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പദസഞ്ചലന പരിശീലനത്തിനിടയിലേക്ക് ഇരുചക്രവാഹനം ഇടിച്ചു കയറ്റിയിരിക്കുകയാണ് യുവാവ്. ഈ പദസഞ്ചലനത്തിന്റെ പരിശീലനം നടത്തുകയായിരുന്ന 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരാളുടെ കാലിന് പൊട്ടലുണ്ടെന്നാണ് വി ബിനീഷ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.